ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ്ജിത്ത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ OnePlus 8 Pro എന്നീ ഫോണുകളെ കുറിച്ചാണ്. എന്തായാലും പുതിയ OnePlus 8 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ OnePlus 8 സീരീസിലെ രണ്ട് ഫോണുകളും 8ഉം 8 Proയും രണ്ടും തന്നെയും 5G ഫോണുകളാണ്. രണ്ടിലും Snapdragon 865 തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ Qualcomm പ്രോസസർ തന്നെയാണ് ഇരിക്കുന്നത്. X55 എന്ന് പറയുന്ന 5G മോഡവും ഇരിക്കുന്നു. അവ രണ്ടും പക്ക 5G ഫോണാണ്. 8GB റാമും അതേപോലെ തന്നെ 12GB റാം വരുന്നുണ്ട്. 128GB സ്റ്റോറേജ്, 256GB സ്റ്റോറേജ് തുടങ്ങിയ സ്റ്റോറേജ് വേരിയന്റുകളും രണ്ടിലും സെയിം ആണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം ഈ ഒരു കാര്യത്തിലുള്ളത്, LPDDR5 റാമാണ് നമുക്ക് 8 Proയിൽ കിട്ടുന്നത്. അതേസമയം 8നകത്ത് ഈ LPDDR4X റാം തന്നെ കിട്ടുന്നു. അത് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ബാക്കി എല്ലാം കൊണ്ടും പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് സെയിം ആണ്. നല്ല പവർഫുള്ളായ പ്രോസറും 5G കേപ്പബിലിറ്റിയുമായിട്ടാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 5G ഫോണുകളാണ് OnePlusന്റെ ഏറ്റവും പുതിയ ഫോണുകളെല്ലാം തന്നെ. ഇതിനകത്ത് ഇനിയിപ്പോൾ OnePlus 8 Proയുടെ കാര്യം ഞാൻ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് 8ലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ച് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് രണ്ട് ഫോണിനെ നിങ്ങൾക്ക് മനസ്സിലാവും. OnePlus 8 Proയിലേക്ക് വരുമ്പോൾ ഇത് ഇത്തവണ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. 16 മെഗാപിക്സലിന്റെ സിംഗിൾ സെൽഫി ക്യാമറയാണ്. അത് പഞ്ച് ഹോളിനകത്താണ്. ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും പഞ്ച് ഹോൾ. ഈ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്വാഡ് HD ഡിസ്പ്ലേ ആണ് 8 Proയിലുള്ളത്. 8ൽ ഫുൾ HD ആണ്, പക്ഷേ 8 Proയിൽ നമുക്ക് ക്വാഡ് HD ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് ഫ്ലോയിഡ് AMOLED ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ റിയർ ഡിസൈനും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. നല്ല അട്രാക്റ്റീവായ സ്റ്റൈലിഷായ ഏതൊരു OnePlus ഫോണും പോലെ തന്നെയുണ്ട് ഈ ഒരു OnePlus ഫോൺ. വലിയ കാര്യമായൊരു ഡിസൈൻ ചേഞ്ച് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ നല്ല ലുക്കൊക്കെ ഉണ്ട്. OnePlus ഫോണുകൾ നമ്മൾ കണ്ടുവരുന്ന ആ രീതിയിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയൊരു ഡിസൈൻ, നല്ല സ്ട്രോങ് ആയ ഡിസൈൻ. IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനം അടക്കമാണ് വരുന്നത്. 199 ഗ്രാമാണ് ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത്. 8.5 mm ആണ് ഇതിന്റെ തിക്നെസ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിസൈനിലാണ് വരുന്നത്. വലിയൊരു ഭയങ്കരമായൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവായ ഒരു പുതിയ സംഭവം എന്ന് പറയാനില്ലെങ്കിലും ഈ OnePlus ഫോൺ സീരീസിനെ സംബന്ധിച്ച് IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനമൊക്കെ ആയിട്ട് വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഇത്തിരി വ്യത്യസ്തമായൊരു സംഭവമാണ്. പക്ഷേ അതിനനുസരിച്ച് പൈസയും കൂടിയിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ പറയാം. അതിനു മുമ്പ് ക്യാമറയുടെ കാര്യം കൂടി ഞാൻ ചുരുക്കി ഒന്ന് പറയാം. ക്യാമറ ഇത്തവണ 48 മെഗാപിക്സൽ സോണി ക്യാമറ തന്നെയാണ് വെച്ചിരിക്കുന്നത്. സോണി MX689 ആണ് സെൻസർ. 48 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. അതേപോലെ 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, ഒരു 5 മെഗാപിക്സലിൻ്റെ കളർ ഫിൽറ്റർ ലെൻസും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫി ക്യാമറ, അത് 16 മെഗാപിക്സലാണ്. ഈ ക്യാമറകളിൽ നമുക്ക് 4K 60 ഫ്രെയിം/സെക്കൻഡ് വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ടെലിഫോട്ടോ ലെൻസിൽ നമുക്ക് 3x ഹൈബ്രിഡ് സൂമും അതേപോലെ 30x വരെ ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വലിയ സർപ്രൈസിംഗ് ആയിട്ട് വലിയ ചേഞ്ച് കാര്യങ്ങളെന്ന് പറയാൻ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലെങ്കിലും സംഭവം ക്യാമറ 48 മെഗാപിക്സലിൻ്റെ തന്നെ മെയിൻ ക്യാമറയും വൈഡ് ആംഗിൾ ക്യാമറയും ഒക്കെ കിട്ടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ക്യാമറ എന്തായാലും നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെ. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് പിന്നീട് കണ്ട് ക്യാമറ റിവ്യൂസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ ബാറ്ററി കൂടി നോക്കിയാൽ 4510 mAh ബാറ്ററിയാണ്. ഒപ്പം 30 വാട്ട് വാപ്പ് ചാർജിങ് വരുന്നുണ്ട്. കൂട്ടത്തിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 8 Pro. അതിനകത്ത് 30 വാട്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ വയർലെസ് ചാർജറൊന്നും നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടുന്നില്ല. ഫോണിൽ നമുക്ക് ബോക്സിൽ നമുക്ക് ഈ വയേർഡ് ചാർജർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. വയർലെസ് ചാർജർ വേണമെങ്കിൽ നിങ്ങൾ വേറെ ഉപയോഗിക്കണം. ഈ പറയുന്ന ഫാസ്റ്റ് ചാർജിങ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ തന്നെ ഫാസ്റ്റ് ചാർജർ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് 8 Pro എന്ന് പറയുന്ന OnePlus 8 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. ഇനി ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഡിസ്പ്ലേ അതൊരു 120 Hz റീഫ്രഷ് റേറ്റ് ആണ്. മുമ്പ് 90 Hz ആയിരുന്നു മറ്റു ഫോണുകളിൽ നമ്മൾ കണ്ടത്. ഇപ്പോഴേക്ക് OnePlusന്റെ പുതിയ ഫോൺ വരുമ്പോൾ ഇവിടെ 120 Hz റീഫ്രഷ് റേറ്റ് ആണ് 8 Proയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇത് സ്റ്റീരിയോ സൗണ്ടും കാര്യങ്ങളും ഡോൾബി സൗണ്ടും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സൗണ്ടാണ്, ഒപ്പം തന്നെ ഡോൾബി സൗണ്ടും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ 19.5:9 ആസ്പെക്ട് റേഷ്യോയിലാണ് വരുന്നത്. ഒരു സിനിമ 20:9 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നല്ല സ്റ്റൈലിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. ഓവറോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയും. ഇനി ഇതിൻ്റെ പ്രൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ 8GB റാം വേരിയൻറ്റിന് 69,000 രൂപ വരുന്നു. അതേപോലെ തന്നെ നമുക്ക് 12GB റാം അവൈലബിൾ ആണ്. അതിന് 76,000 രൂപയാണ് വില വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ഇപ്പോൾ US ഡോളറിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ അവൈലബിലിറ്റിയോ ഇന്ത്യൻ പ്രൈസിങ്ങോ നമുക്കറിയില്ല. ഒരു 50,000-60,000 റേഞ്ചിലാണ് ഇവിടെ ഇന്ത്യൻ പ്രൈസിങ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ 50,000-ലും താഴെയാണ് OnePlus 8-നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്കറിയില്ല ഇതെന്താ സംഭവിക്കുകയാണ്. കാരണം OnePlus എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ എന്ന് പറയുന്ന ഒരു രീതിയിൽപ്പെട്ട ഫോണുകളാണ്. പക്ഷേ ഇതിൻ്റെ വില തന്നെ ഇപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് ഉയർന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ OnePlus 8 Proയുടെ അടുത്ത കുറഞ്ഞ വേരിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് OnePlus 8 നമുക്കറിയാം. OnePlus 6, 7, 8 ആ സീരീസിലെ 8 വരുമ്പോൾ ഇവിടെ ഫുൾ HD ഡിസ്പ്ലേ ഉള്ളൂ, ക്വാഡ് HD ഇല്ല. അതേപോലെ 120 Hz റീഫ്രഷ് റേറ്റ് ഇല്ല, 90 Hz ഉള്ളൂ. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. എല്ലാം റാമും സ്റ്റോറേജും പ്രോസസ്സറും 5Gയും എല്ലാം സെയിം ആണ്. പക്ഷേ LPDDR5 അല്ല LPDDR4X റാമാണ് ഇതിനകത്തിരിക്കുന്നുണ്ടാവുക. ഒരു 20-30% പെർഫോമൻസ് കുറവായിരിക്കും നമ്മുടെ OnePlus 8 Proയിലെ ഒരു റാം സെറ്റപ്പിനെ അപേക്ഷിച്ചുകൊണ്ട്. അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട്.
അതുപോലെ ക്യാമറയിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാവില്ല, മാക്രോ ലെൻസ് ആയിരിക്കും പകരം ഉണ്ടാവുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ക്യാമറയുടെ ഭാഗത്ത്. സെൽഫി ക്യാമറ സെയിം 16 മെഗാ പിക്സൽ തന്നെ. പിന്നെ ബാറ്ററിയുടെ കാര്യം 4300 mAh ബാറ്ററിയും വാപ്പ് ചാർജ് 30 വാട്ട് തന്നെയാണ്. പക്ഷേ വയർലെസ് ചാർജിങ് ഈ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. IP68 ഇവിടെ വരുന്നില്ല, സ്പ്ലാഷ് റെസിസ്റ്റന്റ് മാത്രമാണ് വരുന്നത്. ബാക്കി സ്റ്റീരിയോ സ്പീക്കറും എന്താ പറയുക അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഒക്കെ സെയിം ആണ്. എന്തായാലും 8 പ്രോയിൽ നിന്നും 8ലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യമായ ഒരു കുറവ് തന്നെയുണ്ട്. അതിനൊപ്പം വിലയിലും ചെറിയൊരു കുറവ് കാണുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും കാര്യങ്ങൾ, എത്രയായിരിക്കും പ്രൈസിംഗ് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ത്യയിൽ വന്നിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയാൻ കഴിയുമ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? OnePlus 30,000-40,000 റേഞ്ചിൽ ഫ്ലാഗ്ഷിപ്പ് കില്ലറായിട്ട് നിന്നിരുന്ന ഫോണുകൾ ഇപ്പോൾ കാര്യമായിട്ട് പ്രൈസിംഗ് ഒക്കെ നല്ലോണം കൂടി, ഫീച്ചേഴ്സും കൂടുന്നുണ്ട് നമുക്കറിയാം. എങ്കിലും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് മാറുകയാണോ OnePlus? നിങ്ങളത് താല്പര്യപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.